എല്ലാവർക്കും സ്നേഹവന്ദനം. ഈ TPM സഭയെക്കുറിച്ച് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും കുറേ നാളുകളായി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ചില TPM സഭയെ അധിക്ഷേപിച്ച് പറഞ്ഞവരുണ്ട്, TPM സഭയെ അനുകൂലിച്ച് പറഞ്ഞവരുമുണ്ട്, നിഷ്പക്ഷമായി പറഞ്ഞവരുമുണ്ട്. എന്നാൽ TPM സഭ എൻ്റെ കുഞ്ഞുനാളിൽ എനിക്കറിയാം, അത് ഒത്തിരി മറ്റു സഭകളെ പോലെ ഓരോ സ്ഥലങ്ങളിൽ TPM സഭകളില്ല. ചില സ്ഥലങ്ങൾ മാത്രമാണ് ഈ സഭകളുള്ളൂ. പക്ഷേ ആ സഭകളിൽ ഒത്തിരി ജനം ആരാധിക്കുവാൻ ഈ സഭകൾ വരുന്നുണ്ട്. ഞങ്ങളെപ്പോലെ മറ്റു സഭകൾ അടുത്തടുത്തിരിക്കുകയും കുറച്ച് വിശ്വാസികളെല്ലാം ദൂരെ കിലോമീറ്ററുകൾ കണക്ക് മാറിയാണ് TPM സഭ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒത്തിരി വിശ്വാസികൾ TPM സഭയ്ക്കകത്തുണ്ട്. അതുകൊണ്ട് TPM സഭയെ എല്ലാവർക്കും വ്യക്തമായി ധാരണയില്ല. TPM സഭയെക്കുറിച്ച് വലിയ മറ്റു സഭകളെ കുറിച്ച് സംസാര വിഷയങ്ങളൊന്നും TPM സഭയെക്കുറിച്ച് ഉണ്ടായിട്ടുമില്ല. ഒന്ന്, TPM സഭയ്ക്കകത്ത് ഇലക്ഷനോ ഇങ്ങനെ പ്രശ്നങ്ങൾ TPM സഭയ്ക്ക് ഇല്ലാത്തത് കൊണ്ട് ആ കാര്യങ്ങളുണ്ടാകുന്ന അവരുടെ വഴക്കുകളോ പ്രശ്നങ്ങളോ പുറത്തുതരി വന്നിട്ടില്ലാത്തത് കൊണ്ടും TPM സഭയെക്കുറിച്ച് ഒരു അറിവൊന്നും ആൾക്കാർക്കില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഈ വീഡിയോകൾ ഇങ്ങനെയുള്ള കണ്ടൻറ്റ് യൂട്യൂബിൽ കൂടെയൊക്കെ വന്നതുകൊണ്ട് ഇന്ന് TPM സഭ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട്, TPM സഭ ചർച്ചാ വിഷയമായി മാറുക മാത്രമല്ല, TPM സഭയെക്കുറിച്ചുള്ള ഒരു വലിയ ചിന്ത, TPM സഭ അറിയപ്പെടുന്ന ഒരു സംഘടനയായി ഈ TPM സഭ ഇന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ചർച്ച വഴിത്തിരിവായി എന്നുള്ളത് ഒരു മുഖ്യ കാരണം തന്നെയാണ്. ഇനി ഈ TPM സഭയിൽ ചർച്ചകൾ TPM സഭയെക്കുറിച്ച് ചർച്ച ആകുക മാത്രമല്ല, ഈ TPM സഭയിൽ TPM സഭ എന്താണെന്ന് പഠിച്ച് ഈ TPM സഭയുടെ ആരാധന എങ്ങനെയാണെന്ന് മനസ്സിലാക്കി ഇന്ന് ഈ ചർച്ചകൾക്ക് ശേഷം TPM സഭയിൽ ചില ആൾക്കാർ കടന്നുകൂടി ആരാധിക്കാൻ പോകുവാനും ഈ ചർച്ചകൾ മുഖാന്തരം കാരണമായി. ശ്രദ്ധിക്കൂ, യോസേഫിനെ സഹോദരന്മാർ ദേഷിച്ചു. തിന്മയ്ക്കായി ദേഷിച്ചുവെങ്കിലും അത് അനേകരുടെ നന്മയ്ക്കായി ഭവിച്ചു എന്ന് യോസേഫ് പറയുന്നത് പോലെ ഈ TPM സഭയ്ക്കെതിരെ പറഞ്ഞ ആരോപണങ്ങളും TPM സഭയ്ക്ക് നന്മയ്ക്കായി ഭവിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥികത. ഈ സഭയെക്കുറിച്ച് പ്രശ്നം വന്നിട്ട് പോലും TPM സഭയിലെ ഒരു സുവിശേഷകനോ അപ്പച്ചന്മാരോ പാസ്റ്റർമാരോ ഇതിനെതിരെ പ്രതികരിക്കുക ചെയ്തിട്ടില്ല. ഞാൻ ഇടയ്ക്ക് എന്നെ ഒരാൾ വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ്, TPM സഭയിൽ ഈ സഭകളുടെ പ്രശ്നം ഉടലെടുക്കുമ്പോൾ തന്നെ, ഇത്രയും പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ അവർ പറഞ്ഞത് നമുക്ക് പ്രാർത്ഥിക്കാം, അത് നല്ലൊരു നമുക്ക് പ്രാർത്ഥിക്കാം, ഇതിനെതിരെ ആരോപണങ്ങളുമായി നമുക്ക് വെള്ളപൂശാൻ വേണ്ടി പോകണ്ട, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാമെന്നാണ് ഇതിനെക്കുറിച്ച് ചില ഫോൺ കോളുകൾ എനിക്ക് വന്നത്. ഇനി TPM സഭ ഒത്തിരി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്നാണ് ഇവിടെ പൊതുവെയുള്ള ധാരണ. അത് മിക്ക സഭകളിലും ആ സംഭവങ്ങളുണ്ട്. CSI, മറ്റ് പെന്തക്കോസ്ത് സഭകൾ, മറ്റ് എല്ലാ സംഘടനകളിലും ഈ പ്രശ്നങ്ങൾ ഉണ്ട്, ഇത്യാദി പ്രശ്നങ്ങളുണ്ട്. ഇനി TPM സഭയെക്കുറിച്ചുള്ള ഈ പ്രശ്നങ്ങളാണെങ്കിൽ TPM സഭയിൽ ഉണ്ടാകുന്ന നല്ല ഗുണങ്ങൾ TPM സഭയെക്കുറിച്ച് ആരും പുറത്തുവിടുന്നില്ല. ഒന്ന് രണ്ട് കാര്യം പുറത്തുവിടാം. ഈ TPM സഭ ആദിമ നൂറ്റാണ്ടിൽ ആരാധിച്ചതുപോലെയാണ്. നമുക്കറിയാം, ഇവിടെ നമ്മുടെ സംഘടനകളിൽ കൊറോണ വന്നപ്പോൾ തറയിലിരുന്ന് ആരാധിച്ച ഡിസിപ്ലിനോട് കൂടെ അടുക്കും ചുറ്റയോടും കൂടെ ആരാധിച്ചവർ പിന്നെ കസേരയാക്കി, ഇതൊരു അഭംഗി അതിനകത്തുണ്ട്. പക്ഷേ TPM സഭയ്ക്കകത്ത് ഇന്നും എനിക്കറിയാൻ പറ്റുന്നു, മിക്കപ്പോഴും തറയിലിരുന്ന് തന്നെയാണ് ദൈവത്തെ ഭയഭക്തിയോടെ ആരാധിക്കുന്നത്. ഇനി ചോദിക്കാൻ, തറയിലിരുന്ന് പ്രാർത്ഥിച്ചാലും കസേരയിരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കില്ലയോ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. അതല്ല പ്രസക്തി. അവർ തുടർന്നു കൊണ്ടുവന്നിരുന്ന ആരാധനയോടുള്ള ഡിസിപ്ലിൻ, അച്ചടക്കം, ഭയം ഒക്കെ അവരിന്നും കീപ്പ് ചെയ്ത് സുരക്ഷിതമായി കൊണ്ടുപോവുക തന്നെയാണ് ചെയ്യുന്നത്. ഇനി മറ്റു സഭകളിൽ അങ്ങനെയല്ല, ഇത് മാറി. ഇപ്പോൾ കസേരയിരുന്ന് ആരാധിക്കുന്നവരുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മുടെ കാലത്തിൻ്റെ സഭയുടെ ഒരു ചട്ടമനുസരിച്ചും നമ്മുടെ ആത്മീയതയുടെ പ്രവണത അനുസരിച്ചും കസേര ഒരു അഭംഗി തന്നെയാണ്. ഇനിയിപ്പോൾ അത് മാറ്റിമറിക്കാൻ പറ്റില്ല. രണ്ട്, നാം ആരാധിക്കുന്ന ആരാധന ഗാനങ്ങൾ, TPM സഭയിലെ ഗാനങ്ങൾ മറ്റു സംഘടനകൾ എഴുതിയ ഗാനങ്ങൾ അവർ ആലപിക്കാറില്ല. അവർ എഴുതി ചിട്ടപ്പെടുത്തിയ പാട്ടുകൾ തന്നെയാണ് ഈ സഭകളിൽ അവർ
മാതാവ് അല്ലെങ്കിൽ സഹോദരിമാർ പാടുകയും ലീഡ് ചെയ്യുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. പക്ഷെ നാം പാടുകയും മറ്റ് സംഘടനകളെ നമ്മുടെ പെന്തക്കോസ് വിശ്വാസികളായ നാം പലപ്പോഴും പാടുന്ന ചില ഗാനങ്ങൾ പെന്തക്കോസ് സുവിശേഷകർ എഴുതിയ ഗാനങ്ങളല്ല. പാട്ട് സ്പെസിഫിക്കായി എടുത്ത് പറയുന്നില്ല. അതിനൊരു വിമർശനം ഉണ്ടാക്കുവാനോ ആ പാട്ടുകൾ അടിച്ചമർത്തപ്പെടുവാനോ ഒന്നും ഞാൻ ശ്രമിക്കുന്നില്ല. പക്ഷെ നാം പലപ്പോഴും പാടുന്ന പാട്ടുകൾ മാരാമൻ കൺവെൻഷൻ എഴുതിയ ഗാനങ്ങൾ നാം പാടി ആത്മാവിലാകാറുണ്ട്. മാരാമൻ കൺവെൻഷൻ പാടിയ പാട്ടുകൾ, മാരാമൻ കൺവെൻഷന് വേണ്ടി എഴുതിയ ഗാനങ്ങൾ, മാരാമൻ കൺവെൻഷന് വേണ്ടി എഴുതിയ ഗാനങ്ങൾ ചില ക്രൈസ്തവരല്ലാത്തവർ മാരാമൻ കൺവെൻഷന് ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ ഗാനങ്ങൾ നാം പാടി ആത്മാവിൽ ആരാധിക്കാറുണ്ട്, ആത്മാവിലാകാറുമുണ്ട്. ശ്രദ്ധിക്കൂ, എന്തുകൊണ്ട് നാം ഇങ്ങനെയുള്ള സംഘടനയുടെ ഉപദേശങ്ങൾ അംഗീകരിക്കാതിരിക്കുകയും അവർക്ക് വേണ്ടി എഴുതി കൊടുത്ത ഗാനങ്ങൾ നാം എന്ത് ചെയ്യുന്നു, ആലപിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഈ സഭ അങ്ങനെയല്ല. അവർ എഴുതിയ ഗാനങ്ങൾ ഇനിയിപ്പോൾ നിങ്ങൾ ചോദിക്കും, അപ്പം ഇവർക്ക് മറ്റു പാട്ട് പാടിക്കൂടെ എന്ന് ചോദിക്കുക. അതൊന്നുമല്ല ചോദ്യം വരുന്നത്. അപ്പം നാം മറ്റു സഭകൾ ഡിനോമിനേഷൻ അംഗീകരിക്കാതിരിക്കുമ്പോൾ അവർ എഴുതിയ ഗാനങ്ങളും അവർ പാടിയ പാട്ടും നാം ആരാധിക്കുന്നുണ്ട്. തെറ്റെന്നല്ല, അതിൽ നിലനിൽക്കും. ആ ഒരു സംഭവം നിലനിൽക്കുമ്പോൾ തന്നെ നാം ഈ ഇത്യാദി സംഭവങ്ങളെ മാറ്റിവെച്ചിട്ട് ഇവർ വിമർശിക്കുന്നതിനോട് എനിക്ക് ഒരു അടിസ്ഥാനം തോന്നുന്നില്ല. അടുത്ത ചിന്ത, ഇവരുടെ ഗാനങ്ങൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, എഴുതി പാടി ദൈവത്തെ ആരാധിച്ച് പോകുന്നത്. അടുത്ത് ഇവർ മറ്റെന്താ സഭകളെ പോലെ പ്രത്യക്ഷതയിൽ വന്ന് ഫോട്ടോ പതിക്കുക അല്ലെങ്കിൽ പരസ്യത്തോടെ നിന്നവർ പ്രസംഗിക്കാറില്ല. അവരുടെ സഭയ്ക്കകത്ത് വരുന്ന സുവിശേഷകരെ ഉൾക്കൊള്ളുകയും അവിടെ സംഘടന സഭയിൽ വരുന്ന സുവിശേഷകരെ ഉൾക്കൊള്ളുകയും അവരുമായി ബന്ധപ്പെട്ടവർ പ്രാർത്ഥിച്ചും ആരാധിച്ചും മുൻപോട്ട് പോകുകയും അവർ അങ്ങനെ ചെയ്യുന്നുണ്ട്. അടുത്ത ചിന്ത, ഈ TPS സഭയിൽ ഇന്നും പ്രാർത്ഥിക്കുന്ന, മരുന്ന് കഴിക്കാതെ പ്രാർത്ഥിക്കുകയും മറ്റു സംഘടന ഒത്തിരി പേരുണ്ട് എന്നാൽ പറയുന്നതാണ്, ഇന്ന് പ്രാർത്ഥിക്കുകയും അതേപോലെ ജീവിക്കുകയും ചെയ്യുന്ന TPS സഭയിലെ വിശ്വാസികളുമുണ്ട്. അടുത്ത് പിന്നെ ഈ സഭ ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് എനിക്കറിയാം പണ്ട് നമ്മുടെ ചിലപ്പോൾ കൺവെൻഷനൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം. നമ്മുടെ ഈ നാട്ടിൻപുറത്തെ ചില സഭകളിൽ ഇന്നവർ കീബോർഡ് ഉപയോഗിക്കാറില്ല. ഇപ്പോൾ കീബോർഡ് ഉപയോഗിക്കാൻ തെറ്റൊന്നുമല്ല, കീബോർഡ് ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട്, നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ എന്നാലും ഇവരിന്നും കീബോർഡൊന്നും ഉപയോഗിക്കാതെ പഴയ ഒരു ബാൻഡ് സിസ്റ്റം തന്നെ ആരാധിച്ച് എളിമയോടെ ആരാധിച്ച് വരുന്നുണ്ട്. ഇനിയിപ്പം നിങ്ങൾ എനിക്കെതിരെ വാളുകൊത്ത് നിൽക്കണ്ട, നമ്മൾ കീബോർഡ് ഉപയോഗിക്കുക തെറ്റാണോ? തെറ്റെന്നല്ല. പ്രവണത അവർ ദൈവത്തെ ആരാധിച്ച് വരുന്ന പ്രവണതയ്ക്ക് മാറ്റമുണ്ടാക്കുവാൻ അവർ ശ്രമിച്ചിട്ടില്ല. പിന്നെ നിങ്ങൾക്കറിയാമോ, TPS സഭയിലെ ചില ദേവദാസന്മാർ പറയാം, എനിക്കറിയാവുന്ന വ്യക്തിപരം അറിയാവുന്ന ചിന്തയാണ്, അവർ ഇന്നും ഫോൺ ഉപയോഗിക്കാറില്ല. കാണുമായിരിക്കും, എൻ്റെ അറിവിൽ ആ ഫോൺ ഉപയോഗിക്കാറില്ല. ഞാൻ 1-2 സഭകളിൽ വിളിച്ചപ്പോൾ ആ പാസ്റ്റർമാർക്ക് കയ്യിൽ ഫോണില്ല. ഇനി ഉണ്ടായിരുന്ന പാസ്റ്റർമാരുടെ കയ്യിൽ കീപാഡ് ഫോണാണ് ഉണ്ടായിരുന്നത്. ടച്ച് ഫോണോ ഇതേപോലുള്ള ഫോണ് അവിടെ കുറവാണ്. ഞാൻ സഭകൾ കോൺടാക്റ്റ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊന്നുമല്ല, നേരത്തെ TPS സഭയുമായി പാസ്റ്റർമാർ കോൺടാക്റ്റ് ശ്രമിക്കുമ്പോൾ എനിക്ക് അവർ തന്ന നമ്പർ ലൈൻ ഫോൺ നമ്പറാണ്. ഞങ്ങൾ വിളിക്കുമ്പോൾ ഈ ഫോണ് എടുക്കുന്നത് അവിടുത്തെ സിസ്റ്ററോ അല്ലെങ്കിൽ അവിടുത്തെ പാസ്റ്റർമാരോ ആയിരിക്കാം. അവരുടെ കയ്യിൽ പെർമിഷൻ എന്ന് പറഞ്ഞത്, നമുക്കത് ഫോൺ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഫോൺ ഉപയോഗിക്കുവാൻ പെർമിഷൻ ഇല്ല എന്നാണ് ഈ കർത്തദാസന്മാർ എന്നോട് പറഞ്ഞത്. ശ്രദ്ധിക്കുക, ഇത് എന്നും ഞാൻ പറയും, ഇപ്പോൾ നിങ്ങളിനെ ചിന്തിക്കും മറ്റ് ഭാഷമാർ ഉപയോഗിക്കും, തെറ്റെന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ അവർ ആ ഒരു മേഖലയിൽ ഫോൺ കണ്ട് സമയം കളയുവാനൊന്നും അവർ ശ്രമിക്കാതെ അവർ വിശുദ്ധിയോടെ പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിച്ച് പോവുകയാണ്. ഞാൻ ഈ TPMനെ കുറിച്ചുള്ള ആരോപണങ്ങൾക്ക് മറുപടിയും ഇതോടുകൂടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാര്യം ഇനി ഇതൊരാവശ്യമില്ല എന്ന് എനിക്ക് തോന്നി. എൻ്റെ ചിന്ത വന്നത്, ഈ വീഡിയോയുടെ കാര്യം നാം TPS സഭയെക്കുറിച്ചുള്ള ഈ സംഭവങ്ങൾ TPM സംഘടനയ്ക്കും TPM സഭയ്ക്കും വലിയ അനുഗ്രഹമായി തന്നെ മാറി. കാര്യം അത് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ചർച്ചാ വിഷയമായി മാറുകയും ഇന്ന് TPS സഭയെക്കുറിച്ച് അന്വേഷിക്കുകയും എന്താണ് TPS സഭ, എവിടെയൊക്കെ ഉണ്ട്, ആരാണിതിന് നേതൃത്വം എന്ന്
അറിയാതിരുന്നവർ പോലും ഈ സഭ സംഘടനയെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങുകയും അന്വേഷിച്ച് ഇറങ്ങുകയും ഈ ആരാധനയുടെ പ്രത്യേകത എന്താണ്, ഈ ആരാധന ശൈലി എന്താണെന്ന് ഇന്ന് ഈ സഭകളെക്കുറിച്ച് അന്വേഷിച്ചിറങ്ങി ഈ സഭകളിലേക്ക് പുതിയ പുതിയ ആൾക്കാർ അതിലേക്ക് കടന്നുകൂടുവാൻ ഈ ചർച്ച ഒരു കാരണമായി എന്നുള്ളത് ഒരു വാസ്തവമാണ്. ഇനി തെറ്റുകൾ പലയിടത്തും ഉണ്ടാകാം. അതിന് ഇനി ഇങ്ങനെയുള്ള സംഭവങ്ങൾ പരസ്യമായി നാം വിഴുപ്പലക്കാതെ അത് അവരോട് സംസാരിച്ച് പറയുന്നതായിരിക്കും നല്ലത്. അത് നാം പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് അവരെന്ത് ചെയ്യുന്നില്ല, ഒരു കൂടെ ഒന്നും അങ്ങനെ അതിനെപ്പറ്റി പ്രതികരിക്കാനോ അടിയുണ്ടാക്കാനോ ഒന്നും അവർ പോകുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി, ഈ സമയത്ത് ഈ TPS സഭ അല്ലാതെ വേറെ ഏത് സംഘടനയെ പറ്റിയാണ് ഒരു ചർച്ചാ വിഷയം ആരോപണം ഉണ്ടായിരുന്നു എങ്കിൽ ആ പറയപ്പെടുന്ന ഏതെങ്കിലും സഭയോ സംഘടനയോ ആ സുവിശേഷകരോ അതിലെ വിശ്വാസികളോ മൗനമായിരിക്കും എന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ? അവർ എത്രമാത്രം ശക്തിയോടെ നാം പറയുമോ അതിന് 10 മണി ശക്തിയോടെ അവർ തിരിച്ചടിക്കും. ആളും കല്ലും കൊണ്ടൊന്നുമല്ല, ആശയമായി അവർ തിരിച്ചടിച്ചിരിക്കും. പ്രത്യാരോപണം ഉണ്ടായിരിക്കും. എത്ര സംഭവങ്ങൾ യൂട്യൂബുകളിലും ഫേസ്ബുക്കിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ഇവർ കണ്ടോ, ഒരു കാര്യങ്ങൾക്കും മറുപടി പറയാതെ മിണ്ടാതിരുന്ന് ദൈവം എന്ന് അറിഞ്ഞുകൊള്ളുക എന്ന് പറയുന്നത് പോലെ അവർ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ ക്രമീകരിക്കപ്പെട്ട് താഴ്മയോടെയാണ് പോകുന്നത്. TPS സഭയോട് പറയാം, തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തുക, അതിനെ തിരുത്തുക, നന്നായി മുമ്പോട്ട് പോവുക, വിശുദ്ധത്തോടെ ജീവിച്ചാൽ സ്വർഗത്ത് പോകാം എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക. എൻ്റെ ചിന്ത, തെറ്റ് തിരുത്തുക. പരസ്യമായി ഈ വിഴിപ്പലക്കൽ ഒത്തിരി ദോഷവും സംഭവിച്ചിട്ടുണ്ട്. ദോഷം ഇതാണ്, ഒരുപാട് പേർ വിശ്വാസത്തിൽ നിന്ന് ത്യജിച്ചു പോകുക എന്ന് പറഞ്ഞാൽ ഭാരങ്ങളും കഷ്ടതകളും ദുഃഖങ്ങളുമായി വരുന്നവർ ഇവിടെ വന്നാൽ ആശ്വാസം ലഭിക്കും എന്നുള്ള ധാരണയോടെ വരുമ്പോൾ അവിടുത്തെ പ്രശ്നം കാരണം നിലനിൽക്കയോ ഞങ്ങൾ പ്രശ്നങ്ങളായി വാങ്ങൽ ഇവിടെ വന്നത്, എന്നിട്ട് ഇവിടെയും പ്രശ്നമാണോ എന്ന് പറഞ്ഞ് പിന്മാറിപ്പോയ ഒത്തിരി പേര് ഈ ലോകത്തിനകത്തുണ്ട്. അതിന് ഹിസ്റ്റോറി ചരിത്രം തന്നെ ഉണ്ട്, എണ്ണം തന്നെ ഉണ്ട്. അതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല, സമയമില്ല. അതുകൊണ്ട് നിങ്ങൾ ഇപ്പം എന്തായാലും യോസേഫ് പറഞ്ഞതുപോലെ സഹോദരന്മാർ തിന്മയ്ക്കായി ചെയ്തത് അനേകരുടെ നന്മയ്ക്കായി ഭവിച്ചു എന്ന് പറയുന്ന മാതിരിയാണ് ഇന്ന് TPS സഭയുടെ അവസ്ഥ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു.